മാമ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുക? സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിനക്ക് എത്ര സോക്കറ്റാണ് ആവശ്യം അത് വാങ്ങാം. അപ്പോൾ നമ്മളിവിടെ 3 സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. ഇത് ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാം. റൗണ്ട് പിന്ന് വരുന്നുണ്ടല്ലോ, റൗണ്ട് പിന്ന് കണക്ട് ചെയ്തതിൽ ഇതിന് മറ്റേ പരന്ന ടൈപ്പും വരുന്നുണ്ട്, അതും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഈ ടൈപ്പാണ് അതിൽ റൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ടൈപ്പ് പിന്നും അതേപോലെ ഈ പരന്ന ടൈപ്പ് പിന്നും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 സോക്കറ്റ് എടുത്തു. നമുക്കിവിടെ 3 ആവശ്യം. ഓക്കെ, 3 സോക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഈ 3 സോക്കറ്റിന് സെപ്പറേറ്റ് 3 സ്വിച്ചും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഇൻഡിക്കേഷൻ ലാമ്പും. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ തരത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ബോക്സും വാങ്ങണം. ഓക്കെ, ഇതിനനുസരിച്ചിട്ടുള്ള ബോക്സ്. ഈ ബോക്സ് വാങ്ങിയിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. ഇതിപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഓരോ സൈഡിലും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സോക്കറ്റ് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈഡ് പൊട്ടിച്ചെടുക്കണം. ഇവിടെ മാർക്കിങ് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇവിടെ പൊട്ടിച്ചെടുത്താലാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം തന്നെ ഈ 3 സോക്കറ്റും 3 സ്വിച്ചും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇതുപോലെ 2 സൈഡിലും പൊട്ടിക്കണം. എല്ലാം ഇതേപോലെ പൊട്ടിക്കുക. അതിനുശേഷം എല്ലാ സ്വിച്ചും ഈ സോക്കറ്റും ഇതിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ആദ്യം ഈ ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുക്കുക. ഈ ഇൻഡിക്കേഷൻ ലാമ്പ് നമുക്ക് ബോർഡിൽ പവർ വന്നോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രൂ വരുന്നുണ്ട്. ഓരോ സ്വിച്ചിൻ്റെയും സോക്കറ്റിൻ്റെ കൂടെ ഇതേപോലെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രൂ വെച്ചിട്ട് ഇത് വേണം ഇതിൽ പിടിപ്പിക്കാൻ. ഓക്കെ, സ്വിച്ച് ഇങ്ങനെ വയ്ക്കുക. സോറി, സിമ്പിളാണിത്. ഇത് എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്നത്. ഇത് ടെസ്റ്റ് വെച്ചിട്ടൊന്ന് കയറ്റി തരിക. ഇതേപോലെ എല്ലാ സോക്കറ്റും ഇതെല്ലാം കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സോക്കറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ എല്ലാ സോക്കറ്റും അതേപോലെ സ്വിച്ചും സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നു. അതേപോലെ ഈ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഈ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച്. ഓക്കെ, ഇത് ഇൻഡിക്കേഷൻ, ബോർഡിൽ പവർ വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 സ്വിച്ചിൻ്റെ അടിഭാഗത്തും വയർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക അവിടെ. ഓക്കെ, സ്വിച്ചിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഫേസ് ഇൻപുട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഈ 3 സ്വിച്ച് നമ്മളിവിടെ ബന്ധിപ്പിക്കുക. ഓക്കെ, ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 mm² വയറാണ് യൂസ് ചെയ്യുന്നത് ഇതിന്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ലോഡൊക്കെ നമുക്കതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ 3 സ്വിച്ചിൻ്റെ അടിഭാഗത്ത് നമ്മൾ റെഡ് വയർ യൂസ് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. നമുക്ക് സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തും കൊടുക്കുക, പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ അടിഭാഗത്താണ് ഫേസ് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 സ്വിച്ചിൻ്റെ അടിഭാഗത്തെ ടെർമിനൽ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്നെ വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തെ ടെർമിനൽ, ഇവിടുന്ന് ഓരോ വയർ എടുത്തിട്ട് നമ്മൾ ഈ സോക്കറ്റിൻ്റെ ഇവിടെ L എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ L N ലൈന് ന്യൂട്രൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തു നിന്ന് ഒരു വയർ എടുത്തിട്ട് ഈ സോക്കറ്റിൻ്റെ L എന്ന് എഴുതിയിരിക്കുന്ന ടെർമിനലിൽ കണക്ട് ചെയ്യണം. ഇതേപോലെ എല്ലാ സ്വിച്ചിൽ നിന്നും ഈ സോക്കറ്റിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസിൻ്റെ കണക്ഷൻ ഇവിടെ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അടിഭാഗത്തെ ടെർമിനൽ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തു നിന്ന് സോക്കറ്റിലേക്ക് L എന്ന് എഴുതിയിരിക്കുന്ന ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, എല്ലാ സോക്കറ്റിൻ്റെയും. ഇനി അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ന്യൂട്രലാണ്. ഓക്കെ, ന്യൂട്രലിൽ നമ്മൾ ഇവിടുന്ന് ഇതേപോലെ സ്വിച്ചിൻ്റെ ചെയ്ത പോലെ തന്നെ ഈ എല്ലാ സോക്കറ്റിൻ്റെ ബാക്കിയുള്ള ഒരു ടെർമിനൽ ഉണ്ടല്ലോ, ഇത് തമ്മിൽ ബന്ധിപ്പിക്കണം. ഇവിടുന്ന് ഒരു വയർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം, അതിനുശേഷം ഇവിടുന്ന് ഒരു വയർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, സോക്കറ്റിലേക്കുള്ള ന്യൂട്രൽ. ഇതിന് നമ്മൾ ന്യൂട്രലിന് നമ്മൾ ബ്ലാക്ക് കളർ വയറാണ് യൂസ് ചെയ്യുന്നത്. ഈ റെഡ് കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഫേസ് ആണ്. റെഡ് കളർ കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഫേസ് കണക്ഷനാണ്. നമ്മൾ ബ്ലാക്ക് വയർ ഉപയോഗിച്ചിട്ട് ഈ സോക്കറ്റിലേക്കുള്ള ന്യൂട്രൽ കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇതിലെ അപ്പോൾ നമ്മളെല്ലാ സോക്കറ്റിലേക്കും ന്യൂട്രലിൻ്റെ കണക്ഷനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ടെർമിനൽ N ആണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഈ N എന്ന് എഴുതിയിരിക്കുന്ന ടെർമിനലിലാണ് നമ്മൾ ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നതും L എന്ന് എഴുതിയെടുത്ത് റെഡ് വയറും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇൻഡിക്കേഷൻ ലാമ്പിൻ്റെ വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു വയർ നമുക്ക് ഈ ബ്ലാക്ക് വയറിൽ കണക്ട് ചെയ്യണം. ഇത് എവിടെ വേണം കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം ഈ വയർ. ഓക്കെ, ഈ വയർ ഇതിൽ കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു വയർ എവിടെയാണ് ഈ ബ്ലാക്ക് വയർ ബ്ലാക്കിൽ കണക്ട് ചെയ്യാം. നമുക്ക് ഈ സോക്കറ്റിൽ തന്നെ കണക്ട് ചെയ്യാം. ന്യൂട്രൽ ഡയറക്റ്റ് ആണല്ലോ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വയർ നമ്മൾ ഈ സോക്കറ്റിൽ ബ്ലാക്ക് വയറിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേഷൻ ലാമ്പിൻ്റെ. അടുത്ത വയർ വന്നിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്യണം. സ്വിച്ചിൻ്റെ അടിഭാഗത്തെ ടെർമിനലിൽ ഇവിടെ കണക്ട് ചെയ്യാം. നമുക്ക് ഏത് സ്വിച്ചിൻ്റെ വേണം കണക്ട് ചെയ്യാം. ഏത് സ്വിച്ചിൻ്റെ അടിഭാഗത്തെ ടെർമിനലിൽ വേണം കണക്ട് ചെയ്യാം. കാരണം അത് ഫേസ് ഇൻപുട്ടാണ് അടിഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ ലാമ്പിൻ്റെ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയർ സോക്കറ്റിൻ്റെ ബ്ലാക്ക് വയർ ഇതിലും കണക്ട് ചെയ്തിട്ടുണ്ട്, ന്യൂട്രൽ ടെർമിനലിലും. അടുത്ത വയർ സ്വിച്ചിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ എർത്തിൻ്റെ വയറിംഗ് ആണ്. എർത്തിങ്ങിൻ്റെ ഇതവിടെ ഈ സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന ടെർമിനലാണ് എർത്തിങ്ങിനുള്ളത്. ഇത് 3
സോക്കറ്റിൻ്റെ ഈ ടെർമിനൽ തമ്മിൽ നമ്മളൊരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഈ 3 ടെർമിനലും തമ്മിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സോക്കറ്റിൻ്റെയും മുകളിലത്തെ ടെർമിനൽ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കണക്ട് ചെയ്യാനുള്ളത് ഇൻകമിങ് സപ്ലൈ ആണ്, മെയിൻ ഇൻകമിങ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ 3 കോർ വയർ എടുത്തിട്ടുണ്ട്. ഇവിടെ 3 കോർ വയർ, ഇതേപോലത്തെ 3 കോർ വയർ. ഇതും 1.5 mm² നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കണക്ട് ചെയ്യണം. ഗ്രീൻ വന്നിട്ട് നമ്മൾ എർത്തിന് ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ സോക്കറ്റിൽ. ബ്ലാക്ക് വന്നിട്ട് ഈ ഇതിലെവിടെ വേണോ കണക്ട് ചെയ്യുക, ബ്ലാക്ക് വയർ. ഈ ബ്ലാക്ക് വയർ കാണുന്നിടത്ത് എവിടെ വേണോ കണക്ട് ചെയ്യുക, ഈ ബ്ലാക്ക് കാണുന്നത്. പിന്നെ റെഡ് കാണുന്നത് സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഏത് സ്വിച്ചിൽ വേണോ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ മെയിൻ വയർ വന്നിട്ട് നമ്മൾ ഗ്രീന് എർത്തിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യാം. ഓക്കെ, എർത്തിങ്ങിൻ്റെ ടെർമിനലിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് നമുക്ക് ഈ ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെ കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക, എവിടെ വേണം കണക്ട് ചെയ്യുക. കാരണം അതൊക്കെ കോമൺ ആണ് അത്. ഓക്കെ, ബ്ലാക്ക് ഞാൻ ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ റെഡ് വയർ അതേപോലെ തന്നെ ഈ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് എവിടെ വേണം കണക്ട് ചെയ്യാം. ഈ സ്വിച്ചിൽ വേണം കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്, ഈ സ്വിച്ചിൻ്റെ അടിഭാഗത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള വയറിംഗ് എല്ലാം. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം. അതിന് മുൻപ് നമുക്ക് ഇതിലൊരു ഹോൾ അടിച്ചിട്ട് വയർ പുറത്തേക്ക് ഇടണം. ഒരു സെൻറ്ററിൽ ഹോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കത് യൂസ് ചെയ്യേണ്ട. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ഹോൾ അടിച്ചിട്ട് നമുക്ക് ആ വയർ പുറത്തേക്ക് വലിക്കാവുന്നതാണ്. ഈ ഹോൾ തന്നെ വേണമെങ്കിൽ ആ ഹോൾ യൂസ് ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ ഈ സൈഡിൽ ഹോൾ അടിച്ചിട്ടാണ് വയർ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ വയറിൻ്റെ എൻഡിൽ ഈ 3 പിൻ ടോപ്പ് ഫിറ്റ് ചെയ്യണം, ഇതുപോലത്തെ. ഓക്കെ, ഇതിൽ വയർ കണക്ട് ചെയ്യുമ്പോൾ ഈ റെഡ് വയർ ഉണ്ടല്ലോ, ഈ റെഡ് കളർ വയർ ഫ്യൂസ് ഉള്ളതിൽ കണക്ട് ചെയ്യണം. ഒരു ടെർമിനലിൽ ഫ്യൂസ് ഉണ്ട്, ഇതിൽ കണക്ട് ചെയ്യാം റെഡ് വയർ. ഓക്കെ, ബ്ലാക്ക് വയർ വന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക, ഇതിൻ്റെ അടുത്ത ടെർമിനലിൽ, ഈ സൈഡിലെ ടെർമിനലുണ്ടോ, ബ്ലാക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഗ്രീനാണ്. ഗ്രീൻ എർത്ത് വയർ ഈ പ്ലഗിൻ്റെ ഏറ്റവും മുകളിലത്തെ വലിയ ലെഗ് കണ്ടോ, ഇതിൽ കണക്ട് ചെയ്യണം. ഇത് എർത്ത് അതിലും, ബ്ലാക്ക് അതിൻ്റെ തൊട്ടടുത്ത ഈ ചെറിയ ടെർമിനലിലും, ഈ ടെർമിനലിലും, ഗ്രീന് ഈ മുകൾ ഭാഗത്തെ ഈ എർത്ത് ടെർമിനലിലും.
ഓക്കെ. അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, കാണിക്കും. ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ കൊണ്ടാക്കി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് എക്സ്റ്റൻഷൻ. നമ്മൾ അയൺ ബോക്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അയൺ ബോക്സ് വർക്ക് ആവുന്നുണ്ട്. ഈ പിന്നെല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ സോക്കറ്റ് വാങ്ങണമെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്യാം. ഇതൊന്നും ഇതിൽ പോകത്തില്ല. ഓക്കെ, ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ എല്ലാം യൂസ് ചെയ്യാം നമുക്ക്. അതേപോലെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഇതെല്ലാം കറക്റ്റാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ, സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലാണോ ഫേസ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വരാൻ പാടില്ല. അതേപോലെ ഇവിടെ. ഓക്കെ, ഇത് ഒരു 3500 വാട്ട്സ് വരെയൊക്കെ നമുക്ക് ഇതിൽ ലോഡ് കണക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1.5 mm² വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. മനസ്സിലായില്ല എങ്ങനെ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുകയെന്ന്.